ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. രാജസ്ഥാൻ റോയൽസ് സൈഡിൽ നിന്ന് സർപ്രൈസുകളൊന്നും ഉണ്ടായില്ല. ടോപ്പ് ഓർഡർ മികച്ച തുടക്കം നൽകുന്നു. ചേസിന്റെ ഒരു ആദ്യ പകുതിയോളം അവർ മുന്നിട്ട് നിൽക്കുന്നു. എന്നിട്ട് മിഡിൽ ഓവേഴ്സിൽ കളി കൊണ്ട് കളയുന്നു. ഈ ഒരു ടെംപ്ലേറ്റ് RRന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പലതവണ കണ്ടതാണ്. അത് തന്നെ ഇന്നലെയും ആവർത്തിച്ചു. അങ്ങനെ വന്നപ്പോൾ ജയ്പൂരിൽ പഞ്ചാബ് കിങ്സിന് 10 റൺസിന്റെ വിജയം. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ അവർ പ്രതീക്ഷിച്ച ഒരു തുടക്കമായിരുന്നില്ല അവർക്ക് കിട്ടിയത്. ഇപ്പോൾ പവർ പ്ലേയിൽ തന്നെ 34 റൺസ് എടുക്കുമ്പോഴേക്കും 3 വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായി. ഇപ്പോൾ നമുക്കറിയാം ഇവരുടെ ടോപ്പ് ഓർഡർ, പ്രത്യേകിച്ച് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഈ സീസണിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഇവർക്ക് മുകളിൽ ഗില്ലും സുദർശനും മാത്രമാണുള്ളത്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു മികവ് ആവർത്തിക്കാൻ ഇവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിന് കഴിഞ്ഞില്ല. പ്രിയാൻഷാരുടെയും പ്രസിമ്രാന്റെയും വിക്കറ്റ് വീഴ്ത്തിയത് തുഷാർ ദേശ്പാണ്ഡെയാണ്. ദേശ്പാണ്ഡെ ഈ സീസണിൽ നന്നായിട്ട് അടികൊണ്ട താരമാണ്. എന്നാൽ ഇന്നലെ പവർ പ്ലേയിൽ തന്നെ അവരുടെ ആ ഒരു ടോപ്പ് ഓർഡറിൽ ഒരു ഡെന്റ് വീഴ്ത്താൻ ദേശ്പാണ്ഡെക്ക് കഴിഞ്ഞു. ഇപ്പോൾ പ്രിയാൻഷാരി 7 പന്തിൽ 9 റൺസാണ് എടുത്തത്. പ്രസിമ്രാൻ സിംഗ് നന്നായിട്ട് തന്നെ തുടങ്ങി. എന്നാൽ 10 ബോളിൽ 21 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആ സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് മിച്ച്ലോവൻ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മിച്ച്ലോവൻ ഇന്നലെ നമ്മുടെ പഞ്ചാബ് കിങ്സിന് ഡെബ്യൂ ചെയ്തു. എന്നാൽ ക്വേന മഫാക്കയുടെ പന്തിൽ ഒരു ബിഗ് ഹിറ്റിന് ശ്രമിച്ചിട്ട് റൺസ് ഒന്നും എടുക്കാനാവാതെ മടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോഴേക്കും 34-3 എന്നൊരു നിലയിലേക്ക് പഞ്ചാബ് കിങ്സ് വീണു. എന്നാൽ ഈ മോശം തുടക്കം അവരെ സമ്മർദ്ദത്തിലാക്കിയില്ല. പിന്നീട് നെഹാൽ വധേരയും ശ്രേയസ് അയ്യരും ചേർന്ന് ആ ഇന്നിംഗ്സ് റീബിൽഡ് ചെയ്തു. ഇപ്പോൾ ഒരു റീബിൽഡിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നിംഗ്സിന്റെ ഒരു ഘട്ടത്തിൽ പോലും റൺ റേറ്റ് വലുതായിട്ട് അങ്ങ് താഴാൻ അനുവദിച്ചില്ല. അപ്പോൾ ഒരു ബ്രിസ്ക് റേറ്റിൽ സ്കോർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവരൊരു റീബിൽഡിംഗ് ചെയ്തത്. അപ്പോൾ അതൊരു എക്സലന്റ് പാർട്ണർഷിപ്പ് ആയിരുന്നു. പവർ പ്ലേ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവരെടുത്തത് 58 റൺസാണ്. 3 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. 34-3 എന്ന അവസ്ഥയിൽ നിന്ന് പവർ പ്ലേയിൽ തന്നെ ഒരു 24 റൺസോടെ കൂട്ടിച്ചേർക്കാൻ അവർക്കായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് മിഡിൽ ഓവേഴ്സിൽ വന്നപ്പോഴേക്കും നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് തന്നെ കളിച്ചു. മിഡിൽ ഓവേഴ്സിൽ അവർ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 89 റൺസാണ്. അതായത് 9.89 റൺ റേറ്റിലാണ് മിഡിൽ ഓവേഴ്സിൽ കളിച്ചത്. നമുക്കറിയാം ജയ്പൂരിൽ സാധാരണയായിട്ട് 180, 190 ഒക്കെ ഒരു പാർ സ്കോർ വരുന്ന പിച്ചാണ്. പക്ഷെ ഇന്നലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ സ്കോറിംഗ് സർഫസ് ആയിരുന്നു, നല്ലൊരു ബാറ്റിംഗ് സർഫസ് ആയിരുന്നു. അപ്പോൾ അത് അറിഞ്ഞിട്ട് ഇപ്പോൾ സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാൽ ഒരു പാർ സ്കോറിനേക്കാൾ താഴെ പോകുമെന്ന് ഇപ്പോൾ അയ്യറിനായാലും നെഹാൽ വധേരയ്ക്കായാലും നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ അതനുസരിച്ച് തന്നെ കളിച്ചു. ഈ പാർട്ണർഷിപ്പിൽ കൂടുതൽ എക്സ്പ്ലോസീവ് ആയത് നെഹാൽ വധേര തന്നെയാണ്. ശ്രേയസ് അയ്യർ ഒരു സപ്പോർട്ടിംഗ് റോളാണ് കളിച്ചത്. അയ്യർ എടുത്തത് 25 പന്തിൽ 30 റൺസാണ്. എന്നാൽ നെഹാൽ വധേരയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 37 പന്തിൽ 5 4ഉം 5 6 അടക്കം 70 റൺസ്. ഒരു 189 സ്ട്രൈക്ക് റേറ്റിലാണ് നെഹാൽ വധേര കളിച്ചത്. ഇനി ശ്രേയസ് അയ്യർ പുറത്തായതിനു ശേഷം പിന്നീട് ശശാങ്ക് സിംഗ് വന്നു. ശശാങ്ക് സിംഗും നന്നായിട്ട് തന്നെ കളിച്ചു. ശശാങ്ക് സിംഗ് ഒരു എക്സ്പ്ലോസീവ് ഇന്നിംഗ്സ് തന്നെയാണ് കളിച്ചത്. ശശാങ്ക് 30 പന്തിൽ 59 റൺസ് എടുത്തു. അപ്പോൾ ശ്രേയസ് അയ്യർ പോയതിനു ശേഷവും റൺ നിരക്ക് ഉയർത്താൻ ഇവർക്കായി. ഇനി നമ്മൾ ആ ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോൾ അവർ 72 റൺസ് എടുത്തു. ഡെത്ത് ഓവേഴ്സിലെ അവരുടെ ഒരു റൺ റേറ്റ് എന്ന് പറയുന്നത് 14.4 ആണ്. അങ്ങനെ വന്നപ്പോഴേക്കും 219 എന്നൊരു ഹ്യൂജ് ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ പഞ്ചാബ് കിങ്സിനായി. ഇപ്പോൾ ജയ്പൂരിനെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു, അതായത് ഒരു മാച്ച് വിന്നിംഗ് ടോട്ടൽ തന്നെയായിരുന്നു അത്. ഇനി വേറൊരു കോൺട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഒമർ സായി 21 റൺസ്, 9 പന്തിൽ 21 റൺസ് എടുത്ത് നല്ലൊരു ഫിനിഷിംഗ് ടച്ചാണ് നൽകിയത്. RRന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസൽ ഹഖ് ഫറൂഖി വീണ്ടും നിരാശപ്പെടുത്തി. 3 ഓവറിൽ 39 റൺസ് കൊടുത്തു. ഈ സീസണിൽ ഇതേവരെ ഒരു വിക്കറ്റ് പോലും നേടാൻ ഫറൂഖിക്ക് ആയിട്ടില്ല. തുഷാർ ദേശ്പാണ്ഡെ തന്നെയാണ് അവരുടെ പിക്ക് ഓഫ് ദ ബോളേഴ്സ്. 4 ഓവറിൽ 37 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. പിന്നെ മഫാക്ക, റിയാൻ പരാഗ്, ആകാശ് മദ്വാൾ എന്നിവർ ഓരോ വിക്കറ്റ് വീതം എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡോണ്ടിങ് ടാർഗറ്റ് ആണ് രാജസ്ഥാൻ റോയൽസിന് മുന്നിൽ അവർ വെച്ചത്. ഇനി RRന്റെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ജയ്സ്വാളും വൈഭവും ചേർന്നാണ് ഓപ്പൺ ചെയ്തത്. സഞ്ജു സാംസൺ അത് ടോസിൽ തന്നെ പറഞ്ഞിരുന്നു, അതായത് സഞ്ജു 1 ഡൗൺ ആയിരിക്കും ഇറങ്ങുക എന്ന്. ഇനി വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടാണ് ജയ്സ്വാളും വൈഭവും ചേർന്നിട്ട് RRന് നൽകിയത്. ഇപ്പോൾ ആദ്യത്തെ ഓവറിൽ തന്നെ അർഷദീപിന് 22 റൺസ് എടുത്താണ് ജയ്സ്വാൾ ഇന്നിംഗ്സിന് തുടക്കം ഇട്ടത്. തൊട്ടടുത്ത ഓവറിൽ തന്നെ വൈഭവും കത്തിക്കേറി. അങ്ങനെ വന്നപ്പോഴേക്കും വെറും 2.5 ഓവറിൽ ടീം സ്കോർ 50 കടന്നു. അത് മാത്രമല്ല RRന്റെ ഏറ്റവും ബെസ്റ്റ് പവർ പ്ലേ കൂടിയായി മാറിയത്. 15 പന്തിൽ 40 റൺസ് എടുത്ത് ഹർപ്രീത് ബ്രാറിന്റെ പന്തിലും വൈഭവ് പുറത്തായെങ്കിലും ആ ഒരു പവർ പ്ലേയിൽ അവർ 89 റൺസാണ് സ്കോർ ചെയ്തത്. അതായത് പഞ്ചാബ് കിങ്സ് വെറും 58 റൺസ് സ്കോർ ചെയ്ത സ്ഥലത്താണ് RR 89 റൺസ് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു 31 റൺസിന്റെ വ്യത്യാസം വന്നു. അപ്പോൾ നമുക്കറിയാലോ ഒരു മികച്ച സ്റ്റാർട്ടാണ്. അപ്പോൾ റിക്വയർഡ് റേറ്റ് അറൗണ്ട് 9 പോയിന്റ് സംതിങ്ങിന് അടുത്തെത്തി. അതായത് എവിടെ കിടന്നതാണെന്ന് ഓർക്കണം. 11ൽ കിടന്നത് 9 പോയിന്റിൽ വരെ എത്തിക്കാൻ ഇവർക്കായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇവർക്ക് വഴി തെറ്റുകയാണ് ചെയ്തത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഹർപ്രീത് ബ്രാറിന്റെ ബോളിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വൈഭവിന്റെ വിക്കറ്റ് ഹർപ്രീത് ബ്രാറിനാണ് കിട്ടിയത്. അതുപോലെ തന്നെ ജയ്സ്വാളിനെ പുറത്താക്കിയതും ബ്രാർ തന്നെയാണ്. 25 മുതൽ 50 റൺസാണ് ജയ്സ്വാൾ എടുത്തത്. ജയ്സ്വാളും വൈഭവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബാറ്റിംഗിൽ തിളങ്ങിയത് ധ്രുവ് ജുറൽ മാത്രമാണ്. ഇപ്പോൾ പരിക്കിന് ശേഷം തിരിച്ചു വന്ന സഞ്ജു 16 പന്തിൽ 20 റൺസ് മാത്രമേ എടുത്തുള്ളൂ. ഒമർ സായുടെ പന്തിൽ പുറത്തായി. പിന്നെ റിയാൻ പരാഗിന്റെ വിക്കറ്റ് കൂടി നമ്മുടെ ഹർപ്രീത് ബ്രാർ വീഴ്ത്തി. ഇപ്പോൾ റിയാൻ പരാഗ് 11 പന്തിൽ 13 റൺസ് മാത്രമാണ് എടുത്തത്. പിന്നീട് ധ്രുവ് ജുറലാണ് ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ നിരയിലൊന്ന് മികച്ചു നിന്നത്. 31 പന്തിൽ 53 റൺസാണ് ജുറൽ എടുത്തത്. മിഡിൽ ഫേസിൽ 65 റൺസ് മാത്രമാണ് ഇവർക്ക് എടുക്കാനായത്. 7.22 എന്ന റൺ റേറ്റ് ആണ്. നമുക്കറിയാം ഇപ്പോൾ 3 വിക്കറ്റ് പോയിട്ടും നെഹാൽ വധേരയും ശ്രേയസ് അയ്യരോട് ചേർന്നിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവർക്ക് വേണ്ടി, പഞ്ചാബിന് വേണ്ടി ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ലേ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു 24 റൺസിന്റെ വ്യത്യാസം, അതായത് പവർ പ്ലേയിൽ ഇവർ അടിച്ചെടുത്ത ആ ഒരു
ആ ഒരു അഡ്വാൻറ്റേജ് മിഡിൽ ഓവേഴ്സിൽ ഇവർ കളഞ്ഞു. പിന്നീട് ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നപ്പോഴേക്കും അവിടെയും 55 റൺസ്, 5 ഓവർ 55 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് പഞ്ചാബ് അറൌണ്ട് 14.4 അവിടെ ആ ഒരു റൺ റേറ്റിൽ സ്കോർ ചെയ്ത സമയത്താണ് ഇവർ റൺ റേറ്റ് 11. അപ്പോൾ അവിടെയും ഒരു വ്യത്യാസം വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു പവർ പ്ലേക്ക് ശേഷം ഇവർ കളി കൊണ്ട് കളഞ്ഞു. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, ഇതിപ്പോൾ 4ാമത്തെ തവണയാണെന്ന് തോന്നുന്നു ഈ സീസണിൽ ഇതേ ഒരു ടെംപ്ലേറ്റിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് തോൽക്കുന്നത്. ഇനി പഞ്ചാബ് കിങ്സിന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അർഷദീപ് സിംഗ് നന്നായിട്ട് അടികൊണ്ടു, 4 ഓവറിൽ 60 റൺസ്. പക്ഷേ ആ ഒരു 19ാമത്തെ ഓവർ നന്നായിട്ട് തന്നെയാണ് അർഷദീപ് വരുന്നത്. പക്ഷേ അതിന് മുൻപ് നന്നായിട്ട് തന്നെ അടി കൊണ്ടിരുന്നു. പിന്നീട് മാർക്ക് യാൻസൺ 3 ഓവറിൽ എക്സ്പെൻസീവായി 41 റൺസ് കൊടുത്തു, പക്ഷേ 2 വിക്കറ്റ് എടുത്തു. ഞാൻ പറഞ്ഞതുപോലെ ഹർപ്രീത് ബ്രാർ 4 ഓവറിൽ 22 റൺസ് മാത്രം കൊടുത്തു, 3 വിക്കറ്റ്. അത് മാച്ച് ചേഞ്ചിങ് സ്പെല്ല് തന്നെയാണ് നമ്മുടെ ഹർപ്രീത് ബ്രാർ എറിഞ്ഞത്. റിക്വയർഡ് റേറ്റ് ഒരു 11 മത്സരത്തിലാണ് അതിൽ നേർപകുതി വെറും 5.5 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റ് ഹർപ്രീത് ബ്രാർ എടുക്കുന്നത്. ബ്രാർ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്, വെൽ ഡിസേർവ്ഡ് ആണ്. പിന്നീട് ഒമർ സായി 4 ഓവറിൽ 44 റൺസ് വഴങ്ങി, 2 വിക്കറ്റ്. ഈ ഒരു വിജയത്തോടെ 17 പോയിന്റിലെത്താൻ പഞ്ചാബ് കിങ്സിനായി. ഇത് കഴിഞ്ഞ് നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനോട് പരാജയപ്പെട്ടതോടെ പ്ലേ ഓഫിൽ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. 2014 ശേഷം ആദ്യമായിട്ടാണ് പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫിന് വേണ്ടി ക്വാളിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ RCBയും GTയും ക്വാളിഫൈഡ് ആയി. ഇനിയിപ്പോൾ ഈ 3 ടീമുകളും തമ്മിൽ ടോപ്പ് 2 സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. പിന്നീട് 4ാമതൊരു സ്പോർട്ട് മാത്രമാണുള്ളത്. അതിന് മുംബൈ, DC, LSG 3 ടീമുകൾ അതിനുവേണ്ടി രംഗത്തുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചാബ് കിങ്സ് 2014 ശേഷം വീണ്ടും പ്ലേ ഓഫിലേക്ക് കടക്കുകയാണ്. അവർക്ക് ഈ സീസണിൽ ശ്രേയസ് അയ്യറിന്റെ കീഴിൽ ഹൈ ഹോപ്സ് ആണുള്ളത്. പിന്നെ ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യം, ഇന്നലെ സെക്കൻഡ് ഇന്നിംഗ്സിൽ ശ്രേയസ് അയ്യർ ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നില്ല. ശശാങ്കാണ് സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിട്ട് നിന്നത്. എന്തായാലും പഞ്ചാബ് കിങ്സ് ആരാധകരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വിജയമാണിത്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.